കൂടുക. അപ്പോൾ കൂടിയപ്പോൾ ഞാൻ ചെല്ലുമ്പം അമ്മയുടെ കാലിന് അപ്പടി വേദനയാണ്. ഒരു തണുപ്പിൻ്റെ സമയത്താണേ. അപ്പം അമ്മയുടെ കാലിന് വേദനയാണ്. അമ്മ ഇങ്ങനെ ഈ ചട്ടിക്കകത്ത് ഈ ചകിരിയൊക്കെ ഇങ്ങനെ വെച്ച് പുകച്ച് കാലിങ്ങനെ വെച്ച് ചൂട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ അതിങ്ങനെ ചൂട് കൊണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു, ഞങ്ങൾ രണ്ടും കൂടി ഇരുന്നുകൊണ്ട് ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കൂടുക. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞ് ഞാനിങ്ങ് പോന്നു. അതിന് പിറ്റേ ദിവസമായപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ ഇറങ്ങി ചെന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എൻ്റെ കൊച്ചെ നിന്നെ കാണാൻ ഞാൻ കൊതിയായിട്ടിരിക്കുമായിരുന്നു, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിന്നെ കാണാൻ ഞാൻ കൊതിയായിട്ടിരിക്കുമായിരുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ ചെന്ന അമ്മയെന്ന്. അന്നേരം അമ്മ പറഞ്ഞു, കൊച്ചെ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു, ഞാൻ കിടന്നുറങ്ങുമായിരുന്നു, പക്ഷേ എൻ്റെ കണ്ണ് തുറന്നിരിക്കുമായിരുന്നു അമ്മ പറയുന്നത്. എൻ്റെ ഇടതുവശത്തൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുവാന്ന് പറഞ്ഞു. എൻ്റെ ഇവിടെ തോളിനെല്ലാം നല്ല തണുപ്പ് വരുക. എനിക്ക് എൻ്റെ കൈ ഈ വലത് കൈ പൊക്കിയിട്ട് ഇതെല്ലാം തൊടണമെന്നുണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു വെള്ളം ഒഴുകുന്നത്, പക്ഷേ എനിക്ക് കൈ പൊക്കിയിട്ട് എനിക്ക് തൊടാൻ പറ്റുന്നില്ല. അതിൽ പിന്നെ എൻ്റെ കാലിന് വേദനയില്ലെന്ന് അമ്മ പറഞ്ഞു. ഇന്നേ വരെ പിന്നെ അമ്മയുടെ കാലിന് വേദന ഉണ്ടായിട്ടില്ല. എനിക്ക് കൃപാസന മാതാവിനെ എടുത്ത് എൻ്റെ വയറ്റിലോട്ടിടാനേ എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും സ്നേഹമായിട്ടാണ് പറഞ്ഞത്. ഞാൻ